ഹായ് മുത്തശ്ശി, ഇന്നെന്താ പുതിന കൊണ്ട് സ്പെഷ്യല്? പുതിന ചപ്പാത്തി ഉണ്ടാക്കാനൊന്നുമല്ല കേട്ടോ. അല്ല അല്ലേ? കുട്ടു വിചാരിക്കും നീ അതിന് കുറുമക്കുള്ളതാണ് നല്ലത്. അല്ലേ? നല്ല വേനൽക്കാലാണ്. അതെ അതെ. അപ്പൊ അതുകൊണ്ട് ഒരു സർബത്ത് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പൊ വയസ്സായവർക്കും ചെറുപ്പക്കാർക്കും കുട്ടികൾക്ക് അടക്കം കുടിക്കാൻ പറ്റുന്നതാണ് മുത്തശ്ശി ഇന്ന് ഉണ്ടാക്കാൻ പോണത്. പുതിന സർബത്ത്. പുതിന സർബത്ത് എനിക്ക് വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ. ഓരോന്നായിട്ട് പറഞ്ഞോളൂ. കൽക്കണ്ടം. 2 ടൈപ്പ് ഉണ്ട്. ക്രിസ്റ്റലും ഉണ്ട്, കുറച്ച് വലിയ കട്ടയുണ്ട്, പിന്നെ തുളസിയുടെ ഇല. പിന്നെ അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് കാണിക്കാം. അപ്പൊ എന്തായാലും നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം 1 ലിറ്റർ വെള്ളം എടുക്കട്ടെ. നമ്മള് ഈ കടായി വെച്ചിട്ട് അതിക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഇനി 1 കപ്പ് കൽക്കണ്ടം പൊടിച്ചെടുക്കണം. കൽക്കണ്ടം പൊടിക്കാം. നമുക്ക് ഇതില് മിക്സിയിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മിക്സി കേട് വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇടിക്കല്ലില് ഒന്ന് നമുക്ക് ചതക്കാം. ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇടിച്ചെടുക്കാം. വലിയ കൽക്കണ്ടാവുമ്പോഴേ നല്ല പണിയാണ്. നല്ല ഔഷധമുള്ള ഇങ്ങനത്തെ കൽക്കണ്ടായിരിക്കും നല്ലത്. ക്രിസ്റ്റലിനെക്കാട്ടിൽ ഈ കൽക്കണ്ട എല്ലാവരും ഉപയോഗിക്കാൻ മരുന്നിനൊക്കെ. പിന്നെ കുട്ടികൾക്ക് പാല് മുന്നപ്പാല് കുറവുള്ള കുട്ടികൾ ഉണ്ടാവില്ലേ, കുറവുള്ള, അപ്പൊ അതിന് പാല് തിളപ്പിച്ചെടുക്കുക. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ കഫക്കെട്ടും ഉണ്ടാവില്ല. പിന്നെ എന്താ വെച്ചാൽ പഞ്ചസാര ഉപയോഗിച്ചിട്ടില്ല. പഞ്ചസാര ഒഴിച്ചാൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാട്ടോ. പക്ഷെ ഞാൻ കുട്ടികൾക്കും കൊടുക്കാനുള്ളതല്ലേ വിചാരിച്ചിട്ട് കൽക്കണ്ട മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. കല്ല് മാതിരി നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് നല്ലോണം പൊടിച്ചെടുക്കാം. അപ്പൊ അതാ നമുക്ക് ഈ പൊടിച്ചു വെച്ചതാ കൽക്കണ്ടം ഇങ്ങനെ പൊടിഞ്ഞു കിട്ടി. ഇതും ഈ ക്രിസ്റ്റൽ കൽക്കണ്ടവും കൂടെ മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം ഒന്ന് പൊടിക്കാം. അതെ, കൽക്കണ്ടം കാണുമ്പോ തിന്നാൻ തോന്നുന്നുണ്ട്. എനിക്ക് വേണോ? കഴിച്ചു തിന്നാറൊക്കെ ഉണ്ട് കൊണ്ടുവച്ചത്. മറ്റേ വലിയ കല്ല് നാളെ പൊടിഞ്ഞു. അതെ, നല്ല പൊളിഞ്ഞു. അത് അല്ല പൊടിഞ്ഞു. സ്പൂൺ ഇടിയില് ഞാൻ അടിച്ചപ്പോ കുട്ടു പറഞ്ഞില്ലേ, ഞാൻ നല്ലോണം നാക്കി തരാണ്. കുട്ടുവിന്റെ ഇടയിൽ ഇത് കൽക്കണ്ടൊന്നും കിട്ടാതെ അത്രയും സ്ട്രോങ്ങിൽ ഇടിച്ചിട്ടുണ്ട് കുട്ടു. പഞ്ചസാര പോലെ പൊടിഞ്ഞു കിട്ടി. ഒരു കല്ലോ മുള്ളോ ചേർക്കാത്ത എന്താ അറിയോ ഇതില്? നമുക്ക് ഡയബറ്റീസ് ഷുഗർ ഒക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ പഞ്ചസാര ആകുമ്പോ പറ്റില്ലല്ലോ. അപ്പൊ കൽക്കണ്ടാകുമ്പോ കുഴപ്പമില്ല. അതാണ് കൽക്കണ്ടം തന്നെ എടുത്തത്. കൽക്കണ്ട കൊണ്ട് കുറച്ച് നല്ലോണം വേണം. മധുരം അങ്ങനെ അധികം പക്ഷെ വില കൂടുതലാണേനല്ലേ അമ്മ? പഞ്ചസാരയെക്കാളും വില കൂടുതലാ കൽക്കണ്ടത്തിന്. നൈസായി പൊടി. അപ്പൊ നമ്മളിത് അതില് 1 കപ്പാണ്, 1 കപ്പ് അളവുള്ളതാണ്. അതിലേക്ക് നമ്മള് ഈ കൽക്കണ്ടം പൊടിച്ചത് ഇട്ട് കൊടുക്കുക. ഒരു കപ്പ് നിറച്ചൂല്ലേ? 1 കപ്പ് നിറച്ചു. പിന്നെ ബാക്കിയുണ്ട്. ഇനിയും വേണല്ലേ? ഒരു കപ്പായി. വെള്ളത്തിക്കിടാല്ലേ?
ഇളക്കിക്കോളൂ മറ്റേ ടാങ്ക് ഇല്ല അമ്മേ നാരങ്ങ അതേമാതിരി ഉണ്ട്. ലൈമ് ടാങ്ക് രസ്ന ഒക്കെ അങ്ങനെ നമുക്ക് ബാക്കി ഓരോന്ന് തുടങ്ങാം കേട്ടോ. ആ കുറച്ച് പണിയുണ്ട്. ഉണ്ടല്ലേ? നല്ല ടേസ്റ്റ് ആണേനും കേട്ടോ. നമ്മളെ ഈ നോമ്പൊക്കെ നടക്കണ സമയമാണല്ലോ, തുടങ്ങണ സമയല്ലേ. അപ്പൊ ഈ നമ്മളെ ഈ എന്താ വെള്ളം കുടിച്ചിട്ട് നോമ്പ് മുറുക്കിയൊക്കെ ചെയ്യില്ല, അപ്പൊ ഈ സർവത്ത് നല്ലതാണ്. അപ്പൊ ഇനി കഴുകി വെച്ച പൊതിനെയാണ് ഇനി അടുത്തത്. അത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അത് അത്യാവശ്യം വേണം. പൊതിനെയാണ് മെയിൻ. നമ്മൾ 20 രൂപയ്ക്കാണ് വാങ്ങിയത്. അപ്പൊ അതിന്റെ തണ്ടൊന്നും നമ്മൾ എടുക്കണില്ല, ഇല മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. എല്ലാം കഴുകി വെച്ചതാണ്. ഇലയൊക്കെ എടുത്തിട്ട് കഴുകി വെച്ചു. പിന്നെ എന്താ വെച്ചാല് തുളസി ഇല, കൃഷ്ണ തുളസിയുടെ ഇല ഒരു 10-12 ഇല ഉപയോഗിക്കുന്നുണ്ട്. അത് എന്താ വെച്ചാ എല്ലാറ്റിനും നല്ല കഫക്കെട്ടൊക്കെ വരുന്ന കുട്ടികൾക്കൊക്കെ നല്ല. ചില കുട്ടികൾ ഈ തുളസി ഇങ്ങനെ തിന്നൂലോ, മുറ്റത്തൊക്കെ നിന്നാല് തുളസി എടുത്ത് ഇങ്ങനെ തിന്നുന്ന കുട്ടികളുണ്ടായിരുന്നു. ഇതൊക്കെ ചെയ്തിരുന്നു, അതാ ഞാൻ പറയണത്. ചെറിയ കുട്ടികളെ പിന്നെ റോസ് പൂവിന്റെ മൊട്ട്, റോസ് പൂ വിരിയാൻ സമ്മതിക്കുകയില്ല. ഇപ്പോഴാണ് ഇവിടെ റോസ് പൂ. മറ്റു ചെറുതാകുമ്പോ അതൊക്കെ പൊട്ടിച്ച് കളയും. അപ്പൊ നമുക്ക് എന്നാ ഇതിലേക്ക് നമുക്ക് ഇല ഇട്ട് കൊടുക്കാം. നല്ല മണല്ലേ പൊതിന? അത്യാവശ്യം വേണം. ഞാൻ പറഞ്ഞില്ല 20 രൂപയ്ക്ക് വാങ്ങിയതാ. തണ്ട് വേണല്ലോ അധികം ഉണ്ടാവുക, ഇല കുറച്ചല്ലേ നമുക്ക് കിട്ടും. ഇനി തുളസിയുടെ ഇല, ഇഞ്ചി, 8-10 എണ്ണം. ഇഞ്ചി ദഹനത്തിനൊക്കെ നല്ലതാണ്. അതെ. ചക്ക, പഴുത്ത ചക്ക നല്ലോണം തിന്നാല് ഇഞ്ചി കഴിച്ചാൽ മതി. ഇത്രേ കിട്ടാൻ. തുളസി കൊണ്ട് കുറെ തുളസിയുടെ ഗുണം പിന്നെ പറയാതിരിക്കാൻ വയ്യ. പണ്ടൊക്കെ കുട്ടികൾ തലയിൽ പേൻ പോവാൻ അരച്ച് തേക്കും. പിന്നെ തലയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കും രാത്രി കിടക്കുമ്പോ തലയിൽ. അത് കഞ്ഞിക്കൂർക്ക, പനിക്കൂർക്കളാന്നൊക്കെ പറയുന്നത്. അതും ചെയ്യും അങ്ങനെ. അതിന്റെ നീര് കുടിക്കും. ഗുളിക എന്തെങ്കിലും നമ്മള് നാടൻ ഗുളിക എടുക്കുമ്പോ അതിന്റെ നീര് പിഴിഞ്ഞിട്ട് അങ്ങനെ. അപ്പൊ അതൊക്കെ കുട്ടികൾക്ക് നല്ല പറ്റുന്നതായി. തുളസിയുടെ ഇല അങ്ങനെയൊക്കെ എല്ലാം ചെയ്യാം. ആയുർവേദാണല്ലോ. അതെ അതെ. അടുത്തത് ഇഞ്ചി അമ്മ. കുറച്ച് ഇഞ്ചി കുറച്ചായിട്ട് എടുത്തിട്ടുള്ളൂ. ടേസ്റ്റ് ഇഞ്ചിയുടെ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടെ ഒക്കെ എടുക്കാം. കുറച്ച് എടുത്തിട്ടുള്ളൂ. നമുക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. തണുത്ത ഒഴിക്കാം. അപ്പൊ നമ്മളിതില് പുതിനയുടെ ഇല, തുളസിയുടെ ഇല, ഇഞ്ചി ചെറിയ കഷ്ണാക്കിയത്, നമുക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. മതി. ഇനി അരച്ചെടുക്കാം. അരച്ചെടുക്കാം. ഓഫ് ചെയ്തു. നല്ല അരഞ്ഞു കിട്ടിയില്ലേ? ഇനി നമുക്ക് ഇതെടുക്കാം. നല്ല പുതിന ഫുള്ള് വെള്ളമായില്ലേ അമ്മ? നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത് മിക്സ് കഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ച് അരിച്ചെടുക്കുകയാണ്. മിക്സിയിൽ അരച്ച പുതിനയുടെ. അതെ, പുതിനയാണ് മെയിന്. അതാണ് പുതിനയുടെ പറയുന്നത്. ബാക്കി കുട്ടികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂലോ, മക്കളല്ലേ കണ്ടിട്ടുണ്ടാവും. നമുക്ക് സ്പൂൺ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നാളെ സത്ത് മുഴുവൻ അരിക്കാണ്ട് ഇറങ്ങുള്ളൂ. അപ്പൊ നമ്മളിതാ പുതിനേന്റെ ജ്യൂസൊക്കെ ആക്കിയിട്ട് അരിച്ചെടുത്തു. പുതിന എല്ലാം ജ്യൂസായി. നമുക്ക് ബാക്കി ഇതാ ഇതിലേക്ക് ഇതിട്ട് കൊടുക്കാം. അതെ, കപ്പാട്ടം എടുത്തിട്ടുള്ള നല്ലോണം ഇളക്കാം. കൽക്കണ്ടൊക്കെ നല്ല അരിഞ്ഞില്ലേ? കഴിഞ്ഞു. ഇനി അടുത്തത് ഇട്ടോളൂ. ഇനി കുറച്ച് കുരുമുളക് ചതച്ചത് വെച്ചതാണ്. കുറച്ച് മതി, എരിവ് അധികമാവണ്ട. അതെ അതെ. നമ്മള് വറുത്ത് വെച്ച ജീരകം പൊടിച്ചെടുത്തത് ഇട്ടോളൂ. ചൂടാടാം, അതിന്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. അടുത്തത് ഇതാ കുറച്ച് ചാറ്റ് മസാല. ഇനി നല്ലോണം ഇളക്കാം. ഇളക്കിക്കോളൂ. ഇനിയിപ്പോ ഇതിന്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു.
അതാ നമ്മൾ ഇനി കുറച്ച് ഓർഗാനിക് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്, പച്ച കളർ. നല്ല ഭംഗി ഉണ്ടാവും. ഭംഗിയാണ്, കുട്ടികളെ നല്ല ഭംഗി കണ്ടിട്ട് കുടിക്കട്ടെ. അതെ, നല്ല പച്ച കളറായി. കളർ കൊണ്ട് മാറി പച്ച പച്ച കളറായി. ഇപ്പൊ നമുക്ക് ഗ്യാസ് കത്തിക്കണ്ടേ? ഗ്യാസ് കത്തിക്കാം. നമുക്കിത് കുറുക്കിയെടുക്കാം. കളർ കണ്ടോ കേട്ടോ? കളറ് മാറി. നമുക്ക് വെള്ളം ഇളക്കി കൊടുക്കാം. തിളക്കട്ടെ. നല്ലോണം തിളച്ചു. നല്ലോണം തിളച്ചു. ഇനി നമുക്ക് നമ്മള് നേരത്തെ കലക്കി വെച്ച വെള്ളം ഉണ്ടല്ലോ, കൽക്കണ്ടപ്പൊടിയും വെള്ളം കൂടെ നേരത്തെ കലക്കിയത്, ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം കുറുക്കാനും ഉണ്ട്. ഇനി നല്ല കുറുകട്ടെ അല്ലേ? നല്ലോണം കുറുകട്ടെ. അതെ. അപ്പൊ ഇത് മുക്കാ പാത്രം ഉണ്ടായിരുന്ന അപ്പൊ വറ്റി ഇത്രയും. ഗ്യാസ് ഓഫ് ചെയ്യാം. പക്ഷെ ഇത് തണുക്കാൻ വെക്കുകയാണേ. തണുത്തൊന്നോണ്ടിരിക്കൂലേ? തണുത്തതിന് ശേഷം നമുക്ക് ഒരു സാധനം കൂടെ ഇതിൽ ചേർക്കാണ്ട്. തണുത്തിട്ട് ഒഴിക്കാൻ പറ്റും. നമുക്ക് ഓഫ് ആക്കിയിട്ടില്ല, വേറൊരു സാധനം ചേർക്കാണ്ട് എന്നിട്ടാണ് നമ്മൾ തണുക്കാൻ വെക്കുന്നത്. ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പൊ നമുക്കിനി കുറച്ച് സിട്രിക് ആസിഡ് ഇട്ട് കൊടുക്കാം. നമ്മള് കുറച്ചല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ. കുറെ ഒക്കെ ഉണ്ടാക്കുമ്പോ കൂടുതൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിട്രിക് ആസിഡ് ചേർക്കണേ. പിന്നെ നല്ല മധുരം ഉള്ളതുകൊണ്ട് പിന്നെ കുറച്ച് ഉപ്പ് എന്താ പറയാ, ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്കിത് നല്ലൊന്ന് ചൂടാറിയിട്ട് ഒരു സാധനം കൂടെ ഇതിൽ ചേർക്കാണ്ട്. ഇനി ചൂടാറിയിട്ട് കാണിക്കാം. അപ്പൊ നല്ലോണം ചൂടാറി. അതെ. ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുകയാണ്. 1/4. എത്രയെന്ന് വെച്ചാല് മില്ലി കണക്കാവുമ്പോ 50 മില്ലി. 50 മില്ലി അല്ലേ? അത് അരിച്ചു വെച്ചതാണ്. അതെ. നല്ല ചൂടാറിയതിന് ശേഷം നമ്മള് നാരങ്ങ നീര് ഒഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കഴിക്കും. പ്രത്യേകം ശ്രദ്ധിക്കണല്ലേ? ചിലര് പെട്ടെന്ന് ഒഴിക്കുമ്പോ കഴിക്കും. നമ്മളെ ഡ്രിങ്ക് റെഡി ആയില്ല. നമുക്ക് എല്ലാവർക്കും ഒന്ന് കുടിക്കണം. എടുക്കണം. അതാ നമുക്കിതിനി കുപ്പിയിലേക്ക് ആക്കാം. നമ്മ അളവൊക്കെ നോക്കിട്ടാണ് കുപ്പിക്കാക്കണത്. ശരിക്കും ഫണലുണ്ടെങ്കിലേ എളുപ്പമുണ്ട്. നമ്മള് ഗ്ലാസ്സിലാണ് ആക്കി വെക്കണേ. ഫണലെടുക്കാൻ പോണം. ഫണലൊക്കെ ഉണ്ട്. അതെ, പോണ്ടേ? കുട്ടി എങ്ങനെയുണ്ട് കാണാൻ? നല്ല പച്ച കളറ്. നമുക്കിത് കുടിച്ചതിന് ശേഷം ഫ്രിഡ്ജിലേക്കാം. ഫുൾ ടാങ്ക് ആയിപ്പോ. അതെ. ഞാൻ അടിച്ചോളൂ. ആദ്യം നമുക്ക് കുറച്ച് തണുത്തോളം ഒഴിക്കാം. 3-4 ഗ്ലാസ്സിന് ഉണ്ടാക്കാല്ലേ കുട്ടോ? അതെ. നമ്മള് കുറച്ച് തണുത്തോളം ഒഴിച്ചു. നമുക്ക് കുറച്ച് പുതിനയുടെ ഇല അങ്ങനെ ഇട്ട് കൊടുക്കാം. വേണം. ചൂടല്ലേ? അതെ. അപ്പൊ നമുക്ക് നല്ലോണം ഇളക്കാം. ഇനി നമുക്ക് കസ്കസ് ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ, 2 3 ഒക്കെ പറ്റും കേട്ടോ. ഇഷ്ടമുള്ളത്ര നമുക്ക് ചേർത്ത് കൊടുക്കാം. 3 ഇടാല്ലേ? അപ്പൊ കുറച്ചും കൂടെ ഇത് കിട്ടും. കാണാനും ഭംഗിയുണ്ടാവും, കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും. അതെ. ഇനി അടുത്തെന്താ? ഇനി അടുത്തത് നമുക്ക് ചെറുനാരങ്ങ മുറിച്ചത്. ചെറുനാരങ്ങ. അപ്പൊ പുതിയ സർബത്ത് ഉണ്ടാക്കിയത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കാം.
നമ്മളിപ്പോ ഈ ഒരു കയ്യിലിന് എടുക്കണത് ഒഴിച്ചെടുക്കുക. എന്തായാലും അമ്മേ കളറ് മാറി കസ്കസ് ഉണ്ടായപ്പോ അതിന്റെ രസം. നമുക്ക് ഐസ് കട്ടയും കൂടി ഇടാം, നല്ല തണുപ്പുണ്ടാവും. അതെ വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ തണുപ്പ് അത്യാവശ്യമാണ്. അതെ നമുക്ക് ഐസും കട്ടടാ. കട്ട കാണുമ്പോ നല്ല ഇഷ്ടമുണ്ടെങ്കിൽ അതെ അതെ കുടിക്കണം തോന്നുന്നുണ്ട് ഇപ്പൊ തന്നെ. നല്ല ചൂടല്ല, അപ്പൊ നല്ല തണുപ്പ് ചെല്ലുമ്പോഴേ അതെ വയറിനൊക്കെ നല്ല സുഖമാവും. കുട്ടി ആയതിനും പറഞ്ഞു ഞാൻ കുടിച്ചിട്ട് എല്ലാരും ടേസ്റ്റ് നോക്കാൻ പാടില്ല. അതെ അപ്പൊ കുട്ടി കുടിക്കട്ടെ വിചാരിച്ചിരിക്കപ്പോ ഞാൻ കുടിക്കാലേ അമ്മേ. അതെ കുട്ടികൾ തരാട്ടോ. ആ നമ്മ വെച്ചോളൂ ഗ്ലാസ്സിക്ക് എനിക്ക് കുടിക്കാൻ. ചൂടാവോണ്ടേ കട്ടട്ടതൊക്കെ വേഗം അലിഞ്ഞു. അതെ അപ്പൊ ഇരിക്കണ്ടല്ലേ അമ്മേ. കുട്ടൂനെ തരാം. നമ്മേ കുട്ടു ഞാൻ കുടിച്ചു നോക്കാം. കുടിച്ചു നോക്കിട്ട് അഭിപ്രായം പറയൂ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉണ്ട്. ഇപ്പൊ എല്ലാരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോട്ടെ അല്ലേ. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ചൂട് കാലാണ്. അതെ ഇങ്ങനത്തെ ഓരോ ഐറ്റംസ് ട്രൈ ചെയ്യാം. ഇപ്പൊ എല്ലാരും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂട്ടോ. അതെ നല്ല ടേസ്റ്റ് ആണ്. കുട്ടികൾ നല്ല ഇഷ്ടായി. നല്ല ഇഷ്ടായി. നല്ല പച്ച പച്ച കളർ. മക്കളെല്ലാരും ഇങ്ങനെ വീട്ടിലുണ്ടാക്കി നോക്കണം, എന്നിട്ട് കുടിച്ചിട്ട് മുത്തശ്ശിയുടെ അഭിപ്രായം പറയണം. അതെ മുത്തശ്ശിയുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോ ആയിട്ട് മുത്തശ്ശി നാളെ വരാം. ബൈ ബൈ ബൈ.